ചടുക്കോ പടുക്കോ, ഇതാണ് മാവില കൊണ്ടുള്ള കുട്ടി ബാഗ്. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി സാധനം. പച്ചപ്പണിഞ്ഞ് നിൽക്കണ മാവ് കണ്ട. ഈ മാവിൽ നിന്ന് നമ്മളിന്ന് മാവിലകൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിച്ചെടുക്കണ ഈ മാവിലകൾ എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു കുട്ടി ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആദ്യം തന്നെ ദാ ഈ മാവില ഇങ്ങനെ എടുത്തിട്ട് കണ്ട, ഈ ഇലയുടെ ഒരു വശം ഇതിങ്ങനെ പതുക്കെ നമുക്ക് കീറിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ നെടുക കീറിയെടുത്ത ഇലകൾ രണ്ടെണ്ണമായിട്ട് കിട്ടിയാൽ ഓരോ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മാവിലയുടെ പാതി ഇതാണ്ട ഇങ്ങനെ പതുക്കെ താഴോട്ട്, ലേശം താഴോട്ട് നമ്മൾ കീറി മാറ്റിയാണ്. കീറി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് നോക്കിയേ, ഞെട്ടി നല്ല നീളം പോലെ നിൽക്കണണ്ട. എന്നിട്ട് ഇത് ഇങ്ങനെ വളച്ചതാണ്ട ബാഗിന്റെ പിടി പോലെ നമ്മൾ ഇതിങ്ങനെ അകത്തേക്ക് വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ നേരത്തെ കീറി മാറ്റി വെച്ച മാവിലയുടെ പാതിയില, ആ പാതിയില നമ്മൾ എടുത്തിട്ട് ഇതാണ്ട ചുറ്റി മടക്കി ചുറ്റി അങ്ങനെ അങ്ങോട്ട് പൊതിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പൊതിഞ്ഞ് വന്നതിന് ശേഷം ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ തുമ്പിലെ ലേശം നീളം കൂടുതലുണ്ട്. അത് കാരണം നമ്മൾ കുറച്ച് അങ്ങോട്ട് മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ ഇലക്കുള്ളിൽ വെച്ചിട്ട് കണ്ട അടിപൊളിയായിട്ട് നമുക്കിത് ഇങ്ങനെ അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ബാഗ്. എങ്ങനെയുണ്ട് മാവില കൊണ്ടുള്ള കുട്ടി ബാഗ്? കുട്ടി കുരുന്നുകൾക്കൊക്കെ മാവില കൊണ്ട് ഇതുപോലെ കുട്ടി ബാഗുകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല രസമല്ലേ കാണാൻ? ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ കുട്ടി ബാഗ്. കുഞ്ഞു കുടുക്കകൾക്ക് കുരുന്നുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ബാഗ്. കാരണം അത്രയേറെ ക്യൂട്ടല്ലേ, അവരെ പോലെ തന്നെ ക്യൂട്ടായിട്ടൊരു കുഞ്ഞു കുട്ടി ബാഗ്. കുട്ടി ബാഗ് ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഇരിക്കുന്ന നേരത്താണ് നമുക്കൊരു പച്ച മാങ്ങ കിട്ടിയത്. നല്ല പച്ചപ്പുള്ള പച്ച മാങ്ങ കിട്ടിയപ്പോൾ നമ്മുടെ കൊച്ചു പീക്കിരി പട്ടാളം വലിയ സന്തോഷത്തിലാണ് കേട്ടാ. ഇത് വെച്ചാൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്? അടിപൊളി. അപ്പൊ നമുക്ക് റെഡിയാക്കിയാലാ? ഇത് നോക്കിയേ, മാങ്ങ കിട്ടിയതിന്റെ സന്തോഷ സ്റ്റൈല് കണ്ട. മാങ്ങ അങ്ങനെ പൂളി എടുത്തപ്പോ ഞെട്ടിന്റെ ഭാഗം ആസ്വദിച്ച് നോക്കിയിട്ടാ. അടിപൊളി, സൂപ്പർ അടിപൊളി. പിന്നെ നമ്മൾ ഒട്ടും ആലോചന കൂടാണ്ട് തന്നെ അടപടലം അടവുകൾ 18 പയറ്റൻ രുചിയിൽ കേമനായ മാങ്ങച്ചാര കൊച്ചു പിച്ചാത്തി കൊണ്ട് ചടുക്കോ പടുക്കോ എന്നങ്ങടെ അരിഞ്ഞു. കണ്ട മാങ്ങ പൂളിയിട്ടപ്പോൾ നോക്കിയേ, നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ നമ്മൾ നല്ല ചോപ്പൻ കടിച്ചോപ്പൻ മുളക് പൊടി അങ്ങോട്ട് തൂവി അങ്ങോട്ട് കൊടുത്ത്. കണ്ട ചൊകാന്ന് ചുവന്ന് കിടക്കണം മുളക് പൊടി വാരി തൂവിപ്പ് നോക്കിയേ. ആഹാ, അടിപൊളി. പിന്നെ നമ്മൾ ലേശം ഉപ്പും കൂടി അങ്ങോട്ട് തരിമഴ പോലെ അങ്ങോട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ്, സൂപ്പറാക്കി മാറ്റിയിട്ടുണ്ട്. വായിൽ കപ്പലോടിക്കാനുള്ള കൊതിയാൽ അങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുന്ന കുരുന്നുകളെ കണ്ട. അതേ കണ്ട ഇവരുടെ ഇരിപ്പ് നോക്കിയേ, നന്നായിട്ട് കൊതി പിടിച്ചിരിക്കുകയാണ് എല്ലാവരും. മാങ്ങാപ്പൂൾ അങ്ങനെ ഉപ്പും കൂട്ടി എരിവോടെ കടിക്കാനുള്ള ആ കൊതി എല്ലാവരിലും ഉണ്ട്. അപ്പൊ നമുക്ക് മാങ്ങ കഴിച്ചാലോ? അപ്പൊ കഴിച്ചേ ഓരോരുത്തരായിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് കഴിച്ചു തുടങ്ങിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു തുടങ്ങി എല്ലാവരും. കഴിച്ചോ. എങ്ങനെയുണ്ട്? ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. ഇത് നമ്മുടെ ആർജൂസിന്, നമ്മുടെ കുഞ്ഞാറ്റ കൊടുക്കുകയാണ് കേട്ടാ. ഇത് നമ്മുടെ ചുച്ചുമ്മക്കാണ്. ചുച്ചുമ്മ കഴിച്ചേ. അടിപൊളിയല്ലേ? അപ്പോൾ ഉപ്പ് കുടിച്ച് എരിവ് നുകർന്ന മാങ്ങാപ്പൂള അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അകത്താക്കിയിട്ടാ. കൊതിയിൽ അങ്ങനെ ചടുക്കോ പടുക്കോ എന്ന് മാങ്ങാപ്പൂള് ടപ്പോന്ന് തീർന്നുപോയി. നമ്മുടെ ഈ കുഞ്ഞുണ്ണികൾ വേണ്ട ഈ മാങ്ങ പൂളിയിട്ട ഈ കിണ്ണം കാലിയാക്കിയിട്ടാ. ഇത് കണ്ട പാത്രം ഇപ്പോൾ കാലിയായി മാറി. അപ്പം എല്ലാവരോടും സ്നേഹം. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.